നമ്മളുടെ ചൈൽഡ്ഹുഡൊക്കെ കളർഫുള്ളാക്കിയ ഒരു സീരീസായിരുന്നു മിസ്റ്റർ ബീൻ്റേത്. സ്കൂൾ വിട്ട് പോക കാണാൻ ഓടി വന്ന സമയങ്ങളൊക്കെ ഇപ്പോഴും എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. സോ ഇപ്പോഴും കാണുന്നവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ മിസ്റ്റർ ബീൻ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരുടെയും കമ്പനി ഇല്ലാതെ സ്വന്തമായി ജീവിക്കാൻ പഠിക്കുന്ന ഒരാളെയായിരുന്നു മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന സീരീസ് കാണിച്ചു തന്നത്. സോ അതിൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്ന എത്ര സംഭവങ്ങളാണ്. സോ അത്രയേ ഉള്ളൂ ലൈഫ്. സോ ഇങ്ങനെ ഇത്രയും ചെറിയ എപ്പിസോഡ്സേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് പോലുമില്ല നമ്മളെല്ലാവരും ആ ഒരു സീരീസ് കാണുമ്പോഴത്തേക്കും. സോ റോവാൻ അറ്റ്കിൻസൺ എന്ന് പറഞ്ഞൊരു കിടിലൻ ആക്ടറിൻ്റെ ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു മിസ്റ്റർ ബീനായിട്ട്. സോ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുന്നവർ തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത സീരീസ് ഒന്നുമല്ല. എങ്കിൽ പോലും വലിയ തരക്കേടില്ലാത്ത, മീൻസ് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന, ഒരു സ്ട്രെസ് ബസ്റ്ററായിട്ട് കാണാൻ പറ്റുന്ന ഒരു സീരീസാണ് മാൻ വേഴ്സസ് ബേബി. അതല്ലാതെ കാര്യമായിട്ടുള്ള ചിരിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും ഈ ഒരു സീരീസ് ഓഫർ ചെയ്യുന്നില്ല. 4 എപ്പിസോഡ് മാത്രമാണുള്ളത്. ആദ്യത്തെ 2 എപ്പിസോഡ് 24 മിനിറ്റും, മൂന്നാമത്തെ എപ്പിസോഡ് 27 മിനിറ്റും, നാലാമത്തെ എപ്പിസോഡ് 37 മിനിറ്റുമാണ് വരുന്നത്. സോ ഒരു ക്രിസ്മസ് മൂഡിലൊക്കെ വരുന്ന ഒരു സീരീസാണിത്. ഇതിലെ നായകനായിട്ടുള്ള റോവാൻ അറ്റ്കിൻസൻ്റെ ക്യാരക്ടർ, അദ്ദേഹത്തിന് ഒരു വലിയൊരു ഓഫർ കിട്ടുന്നു. പക്ഷേ ആ ഒരു ഓഫറിന് തടസ്സമായി നിൽക്കുന്നത് ഒരു ബേബിയാണ്. സോ അദ്ദേഹം ഒരു ഡ്രാമയ്ക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിന് ബേബിയെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരമ്മ പിന്നെ വിളിച്ചു ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഒരു ബേബി അമ്മയുടേതല്ല, അമ്മയ്ക്ക് എന്നാൽ ഒരു ബേബിയെ പറഞ്ഞു വിടാൻ പറ്റിയില്ല എന്നുള്ളത്. പിന്നെ ആരാണ് ഈ ഒരു ബേബി, എന്താണ് എന്നുള്ളത് സോഷ്യൽ സർവീസസ്, പോലീസിനെയൊക്കെ വിളിക്കുന്നു. ഇദ്ദേഹത്തിന് ആ ഒരു ബേബിയെ കൊടുത്തിട്ട് ലണ്ടൻ വരെ പോകണം. സോ ആ ഒരു ടാസ്ക് ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ 4 എപ്പിസോഡിൽ വരുന്നത്. സോ വലുതായിട്ട് ചിരിക്കാനൊന്നുമില്ലെങ്കിലും ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീരീസാണിത്. സോ ഒരു ക്യാരക്ടറിനെ പറ്റുന്ന മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സീരീസും പറയുന്നത്. ഇതിനു മുമ്പ് മാൻ വേഴ്സസ് ബി എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിൽ റിലീസായ സീരീസ് ഉണ്ടായിരുന്നു. സോ ഇത് മാൻ വേഴ്സസ് ബേബി എന്ന് പറയുന്ന സീരീസാണ്. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.